ഹായ്, നമുക്കിന്ന് തിരുവനന്തപുരം സ്റ്റൈലിൽ കൊഞ്ച് തീയൽ തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എത്ര പ്ലേറ്റ് ചോറ് വേണമെങ്കിലും ഇത് കൂട്ടി കഴിച്ചു പോകും. അപ്പോൾ നമുക്ക് എന്തായാലും റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ തേങ്ങ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കുക. പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോഴാണ് കറിക്ക് ടേസ്റ്റ് കൂടുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 240 ഗ്രാമിൻ്റെ കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. 10 ചെറിയ ഉള്ളി, 1 തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 10 കുരുമുളക്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പോൾ തീ മാക്സിമം കുറച്ചിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ തേങ്ങ വറുത്തെടുക്കാനാണ് ഈ കറി വെക്കാൻ വേണ്ടിയിട്ട് സമയം എടുക്കണം. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. തേങ്ങ വറുത്തെടുക്കുമ്പോൾ പെട്ടെന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് തീ കൂട്ടിയിട്ട് വറുത്തെടുക്കരുത്. എന്നാൽ തേങ്ങയുടെ പുറമെ മാത്രം ബ്രൗൺ കളറായിട്ട് വരും, അകത്തൊക്കെ വെള്ള തന്നെ ആയിരിക്കും. പിന്നെ തീ കൂട്ടിയിടുമ്പോൾ കരിഞ്ഞു പോകാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ കറിക്ക് ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മാക്സിമം കുറച്ചിട്ടിട്ട് തന്നെ വറുത്തെടുക്കുക. നമ്മൾ വറുക്കുമ്പോൾ എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ കിടക്കുന്ന തേങ്ങ മാത്രം കറുത്തു പോവും. പിന്നെ ഞാനിപ്പോൾ നോൺ സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് അടിയിൽ പിടിക്കില്ല. നിങ്ങൾ സ്റ്റീൽ പാത്രമൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അടിയിൽ പിടിക്കാതെ നോക്കണം. അപ്പോൾ തേങ്ങ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ കളറാകുമ്പോൾ തീ ഓഫ് ചെയ്യുക. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 4 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്, അതിലോട്ടാണ് നമ്മൾ പൊടി ഇട്ട് കൊടുത്തത്. അപ്പോൾ ആ ചൂടിൽ കിടന്ന് തന്നെ ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരും. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു ചട്ടി വയ്ക്കുക. ചട്ടി ഉണ്ടെങ്കിൽ ചട്ടി വയ്ക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രം വയ്ക്കുക. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 2 വറ്റൽ മുളക്, 1 തണ്ട് കറിവേപ്പില, 15 ചെറിയ ഉള്ളി. ഞാനിവിടെ ചെറിയ ഉള്ളി മുറിക്കാതെയാണ് ചേർത്തിരിക്കുന്നത്. കുറച്ചും കൂടെ വലിപ്പമുള്ള ഉള്ളിയാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ നിങ്ങൾക്ക് മുറിച്ച് ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളരിക്ക ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർക്കുന്നുണ്ട്. വെള്ളരിക്ക ചേർക്കുന്നത് ഓപ്ഷണലാണ്, എല്ലാവരും ചേർക്കാറില്ല. പക്ഷേ ഈ കറി വെന്ത് വരുമ്പോൾ ഇത് വെള്ളരിക്ക ആണെന്ന് പോലും പറയില്ല, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർക്കാം. 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 3 കപ്പ് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 തക്കാളി അരിഞ്ഞത് ചേർക്കുക. ഇനി നമ്മൾ പുളി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളച്ചു വരണം. ഇപ്പം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം. പുളി കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 400 ഗ്രാം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. കൊഞ്ച് നന്നായിട്ട് വെന്ത് വരികയും വേണം. കറിയൊക്കെ ഒന്ന് വറ്റിയിട്ട് കുറച്ച് എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വരികയും വേണം. കൊഞ്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കറി നന്നായിട്ട് കുറുകിയും വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി. നമുക്കിത് ഓഫ് ചെയ്യാം. റെഡിയാണ്. നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്ന കളർ പോലെ ഇരിക്കും ഈ കറിയുടെ കളറ്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇരിക്കും തോറും അതിൻ്റെ ടേസ്റ്റ് കൂടി വരും. അപ്പം നിങ്ങളിതൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സും റിലേറ്റീവ്സ് ആയിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.